guys, welcome to my YouTube channel. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരിക്കും. കാരണം റോസിൻ്റെ റൂട്ട് പിടിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. അത് ബഡ്, അതായത് നാടൻ ബഡ് റോസ് ആണെങ്കിൽ കുറച്ച് പാടാണ്. പക്ഷെ നമ്മുടെ നാടൻ നോൺ റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കുറേ തണ്ടുകൾ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലല്ല കേട്ടോ, ഒരു സ്ഥലത്തുനിന്ന് ഒപ്പിച്ചിട്ടുള്ള തണ്ടുകളാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്ക് ഈ റൂട്ട് പിടിപ്പിക്കാനായിട്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിൽ നമുക്ക് റൂട്ട് പിടിപ്പിച്ചാൽ റോസിന് പെട്ടെന്ന് റൂട്ട് വരുത്താമെന്ന് നോക്കാം. ഒരുപാട് പേര് ഓൺ റൂട്ടഡ് റോസിൻ്റെ കമ്പുകൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനൊരു ജനുവരി ഫെബ്രുവരി സമയമാകുമ്പോൾ കമ്പ് വെട്ടുമ്പോൾ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റോസ് പ്ലാന്റിൽ തന്നെ ചെയ്യുന്നൊരു റൂട്ടിംഗ് ആണ്. അതിന് നമുക്ക് ഈ ബ്ലേഡും ഒരു പ്ലാസ്റ്റിക് ഷീറ്റുമാണ് വേണ്ടത്. പല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരാളുടെ റെഫറൻസിൽ ചെയ്യുന്നതാണ്. 1 ഇഞ്ച് എന്ന അളവിലാണ് ഇതുപോലെ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡയഗണലായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു കട്ട് കൊടുക്കും. അതിനുശേഷം ചകിരിച്ചോറും മണ്ണും ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്യുക. താഴെയും മുകളിലും ഒരു ടൈ വെച്ചിട്ട് ഇതുപോലെ ഇറുക്കി കെട്ടുക. വേര് വന്നതിന് ശേഷം നമുക്ക് താഴെ വെച്ച് കട്ട് ചെയ്തിട്ട് പ്ലാന്റ് നടാം കേട്ടോ. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഇതുപോലെ ഒരു കമ്പെടുക്കുക. എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യാറ് 15-നും 30 സെൻറ്റിമീറ്ററിൻ്റെ ഇടയിലുള്ള കമ്പുകളാണ് കേട്ടോ. അത്ര ലെങ്ത്തൊക്കെ മതിയാവും നമ്മളൊരു കമ്പ് മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. കമ്പ് എടുത്തതിന് ശേഷം ഏകദേശം അതിൻ്റെ റൂട്ട് വരുന്ന ഭാഗം, അതായത് മണ്ണിൽ വെക്കുന്ന ഭാഗം ഇതുപോലെ നല്ല രീതിയിൽ വെട്ടിക്കൊടുക്കുക. ചരിഞ്ഞ് വേണം വെട്ടിക്കൊടുക്കാൻ വേണ്ടി. ഏകദേശം 45 ഡിഗ്രിയുടെ അത്രത്തോളം നമ്മൾ വെട്ടിക്കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുകയാണ്. ചെറിയ ഗ്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും ഇടുന്നുണ്ട് കേട്ടോ. ഇതിലേക്കാണ് നേരത്തെ എടുത്തു വെച്ച കമ്പ് നമ്മൾ മുളപ്പിക്കാനായിട്ട് എടുക്കുന്നത്. ഈ ഒരു കപ്പിലേക്ക് 3/4 മണ്ണ് എടുത്തതിന് ശേഷം നേരത്തെ എടുത്തു വെച്ച കമ്പ് കുത്തി വയ്ക്കുകയാണ് കേട്ടോ. കുത്തി വയ്ക്കുമ്പോൾ എപ്പോഴും ചരിച്ച് വേണം കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് അനക്കം തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ വെക്കുമ്പോൾ റോസിൻ്റെ വേര് പെട്ടെന്ന് പിടിക്കുകയും ഒരനക്കം ഇല്ലാതെ നല്ല രീതിയിൽ വേര് വരാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇതിനെ നമ്മൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ്, അതായത് അധികം സൺലൈറ്റ് കിട്ടാത്ത ബട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരിടത്തേക്ക് മാറ്റി. ഇനി നമ്മൾ വെള്ളം ഉപയോഗിച്ചിട്ട് റൂട്ടിങ് ചെയ്യുന്ന മെത്തേഡാണ്. അതിനായിട്ട് ഒരു ബോട്ടിൽ എടുക്കുക. ഗ്ലാസ്സോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആയാലും കുഴപ്പമൊന്നുമില്ല. അതിലേക്ക് വെള്ളം നിറച്ചതിന് ശേഷം വെട്ടിവെച്ച കമ്പ് ചരിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ സൺലൈറ്റ് കിട്ടാത്തടുത്ത് തന്നെ ഇതിനെയും സൂക്ഷിക്കുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഹണി വെച്ചിട്ടുള്ള റൂട്ടിംഗ് മെത്തേഡാണ് കേട്ടോ. ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് ഹണി എന്ന് പറയുന്നത്, അതായത് തേൻ എന്ന് പറയുന്നത് ഒരു റൂട്ടിംഗ് ഹോർമോണാണ്. പെട്ടെന്ന് വേര് പിടിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യും. നടുന്ന ഭാഗം ഇതുപോലെ തേനിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തതുപോലെയുള്ള ഒരു പോട്ടി മിക്സിലേക്ക് ചരിച്ച് കുത്തി വയ്ക്കുക. നേരത്തെ പറഞ്ഞ പോലെ സൺലൈറ്റ് അധികം ഡയറക്റ്റ് കിട്ടാത്തടുത്ത് വെക്കുക. അനക്കാതിരിക്കുക. കുരുപ്പ് വരുന്നവരെ അനക്കാൻ പാടില്ല. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ തേൻ വെച്ചിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ നമ്മൾ വാട്ടറിൽ തേൻ ഒഴിച്ച് വെച്ചിട്ട് റൂട്ട് പിടിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. ഒരു കമ്പെടുക്കുക. ഇതുപോലെ 2-3 തുള്ളി വെള്ളത്തിലേക്ക് ഒഴിക്കുക. മാത്രമല്ല നമ്മൾ ചൂട് വെള്ളത്തിൽ വേണം ഹണി ഒഴിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം തണുത്തിട്ട് വേണം നമ്മുടെ കമ്പ് ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. ശേഷം ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ, അതായത് നല്ല വെട്ടമുള്ള എടുത്ത് വെക്കുക. 6ാമത്തെ അലോവേര റൂട്ടിംഗ് ആണ്. എല്ലാവർക്കും അറിയുന്ന കോമൺ ആയിട്ടുള്ള റൂട്ടിംഗ് ആണ്. ഇതുപോലെ പീസ് ഓഫ് അലോവേര എടുത്തതിന് ശേഷം നടുന്ന ഭാഗം അതിലേക്ക് കുത്തി വെച്ചിട്ട് നമ്മൾ ഏത് പോട്ടി മിക്സിലാണോ നടുന്നത് അതിലേക്ക് ഇറക്കി വെക്കുക. ചരിച്ച് വെക്കുക. ഇൻഡയറക്റ്റ് സൺലൈറ്റിലോട്ട് വെക്കുക. അടുത്ത മെത്തേഡ് ഇതുപോലെ ബോട്ടിൽ വേണം. ബോട്ടിൽ ഇതുപോലെ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ മണ്ണ് നിറച്ചതിന് ശേഷം ഇതുപോലെ ഒരു കമ്പ് കുത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നല്ല സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് സൺലൈറ്റ് കിട്ടാത്ത ഒരിടത്തേക്ക് നല്ല വെട്ടം കിട്ടുന്നിടത്തേക്ക് വെക്കുക. അടുത്തത് സിനമൺ റൂട്ടിംഗ് ആണ്. എല്ലാവർക്കും അറിയാം നല്ലൊരു റൂട്ടിംഗ് ഹോർമോണാണ് ഈ സിനമൺ അല്ലെങ്കിൽ പട്ട എന്ന് പറയുന്നത്. അതിനായിട്ട് ഒരു കുപ്പിയിൽ വെള്ളം എടുത്തതിന് ശേഷം ഈ പട്ട അതിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കമ്പിനെ മുക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൺലൈറ്റ് ഇല്ലാത്ത, അതായത് വെട്ടം കിട്ടുന്ന ഒരിടത്തേക്ക് മാറ്റി വയ്ക്കുക. അനക്കാതെ വെക്കുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഷുഗർ കോട്ടിംഗ് മെത്തേഡാണ്. ഇതിന് പഞ്ചസാരയോ ശർക്കരയോ വേണം. നല്ല രീതിയിലുള്ള റൂട്ട് വരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് രണ്ടും എന്ന് പറയുന്നത്. ഇതുപോലെ മണ്ണ് എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല, എടുത്തതിന് ശേഷം 1 ഇഞ്ച് കുഴി കുടിച്ചതിന് ശേഷം ഷുഗർ അതിലേക്ക് ഇട്ടിട്ട് കമ്പ് ഇതുപോലെ ചരിച്ച് വെക്കുക. അടുത്തെന്ന് പറയുന്നത് ടർമറിക് റൂട്ടിംഗ് ആണ്.
ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ടിംഗ് ആണ് കേട്ടോ. അതുപോലെ മഞ്ഞൾപ്പൊടി എടുത്തതിന് ശേഷം വെള്ളം കുറച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ നടുന്ന കമ്പ് ഇതുപോലെ ഡിപ്പ് ചെയ്തതിന് ശേഷം മണ്ണിലേക്ക് നടാം. അടുത്ത ചാർക്കോൾ ടർമറിക് മെത്തേഡാണ്. അതായത് കരിക്കട്ടയും മഞ്ഞൾപ്പൊടിയും ഇതുപോലെ നമ്മളൊരു പോട്ടി മിക്സിലേക്ക് ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ റോസിന് നട്ട് വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കുക, അനക്കാതെ വെക്കുക കേട്ടോ. അടുത്ത മെത്തേഡെന്ന് പറയുന്നത് ഇതുപോലെ ഗാർലിക് അല്ലെങ്കിൽ നമുക്ക് പൊട്ടറ്റോ ആയാലും എടുക്കാം. ഇതുപോലെ നമ്മുടെ കമ്പ് ഇതുപോലെ കുത്തി വെച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ മണ്ണിലോ ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് മുട്ടത്തോടാണ്, നല്ല രീതിയിൽ പൊടിച്ചതാണ്. നമ്മൾ നടുന്ന പോട്ടി മിക്സിലേക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ നട്ട് വെക്കുക. പെട്ടെന്ന് റൂട്ട് വരും എന്നാണ് പറയുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, എന്നാലും ഓക്കെയാണ്. ഇത് DAP റൂട്ടിംഗ് എന്ന പോട്ടി മിക്സിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം റോസ് പെട്ടെന്ന് കിളിർക്കും എന്നാണ് പറയുന്നത്. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ കോക്കനട്ട് വാട്ടർ, അതായത് തേങ്ങാ വെള്ളത്തിൽ റോസിൻ്റെ കമ്പ് മുക്കി വെച്ചിട്ട് വേര് പിടിപ്പിക്കുന്നതാണ്. ഇതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ വേര് വരുന്നതാണ്. വേര് വന്നിട്ട് നമ്മൾ പോട്ടി മിക്സിലേക്ക് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് നമ്മുടെ മണ്ണിലോട്ട് നടുന്ന മെത്തേഡാണ്. ഒരു വളവുമില്ലാതെ നമ്മൾ തരി മണ്ണിലേക്ക് നമ്മുടെ കമ്പ് കുത്തി വെച്ച് വേര് പിടിപ്പിക്കുന്ന മെത്തേഡാണ്. കൂടുതലും ഞാൻ ഈ മെത്തേഡാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ മണലിലേക്ക് ഇതുപോലെ അല്ലെങ്കിൽ പാറപ്പൊടിയിലേക്ക് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക, ഇൻഡയറക്റ്റ് സൺലൈറ്റിലോട്ട് വെക്കുക. അടുത്തത് ബൈൻഡ് റൂട്ടിംഗ് ആണ്. അതായത് നല്ല പേപ്പറായിട്ടുള്ള അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലായാലും ഇത് ചെയ്യാൻ പറ്റും. നല്ല നനവ് നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഈ റൂട്ട് ഇതുപോലെ ചരിച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ ടിഷ്യൂ പേപ്പർ ആയാലും ഈ ഒരു ബൈൻഡ് ആയാലും നല്ല രീതിയിൽ ഈർപ്പം നിൽക്കും. അപ്പോൾ പെട്ടെന്ന് റൂട്ട് വരുന്ന മെത്തേഡാണിത്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, വേര് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരുപാട് മെത്തേഡുകൾ നമ്മൾ യൂട്യൂബിലായാലും വേറെ ഇടങ്ങളിലായാലും കാണാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഓക്കെ ആവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം കേട്ടോ. ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്